ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ കാപ്പി കോർണർ. ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത് വിപിൻ ദാസ് തിരക്കഥയൊരുക്കിയ വാഴ എന്ന സിനിമയെക്കുറിച്ചുള്ള എൻ്റെ അഭിപ്രായമാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത്. ഓഗസ്റ്റ് 15-നാണ് സിനിമ തിയേറ്ററുകളിലെത്തിയത്. അന്ന് ഒരു ഷോ മാത്രമേ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. കുറച്ച് ബുദ്ധിമുട്ടുകളുള്ളതുകൊണ്ട് അന്ന് സിനിമ കാണാൻ കഴിഞ്ഞില്ല. OTTയിൽ കാണേണ്ടി വരും എന്ന് പ്രതീക്ഷിച്ചിരുന്നപ്പോഴാണ് ഒരു അഡീഷണൽ ഷോയും കൂടെ, 2 ആഴ്ചയ്ക്ക് ശേഷം ഒരു അഡീഷണൽ ഷോയും കൂടെ അവർ ഇവിടെ ഇട്ടത്. അപ്പോൾ എന്തായാലും തിയേറ്ററിൽ തന്നെ സിനിമ പോയി കണ്ടു. അത് കണ്ടതിന് ശേഷമാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ അഭിപ്രായവുമായിട്ട് വന്നിരിക്കുന്നത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് ആനന്ദ് മേനോനാണ്. ആനന്ദ് മേനോൻ ഇതിനു മുന്നേ ഗൗതമൻ്റെ രഥം എന്ന് പറയുന്ന മറ്റൊരു സിനിമ തിരക്കഥ എഴുതി സംവിധാനം ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ തിരക്കഥ വിപിൻ ദാസ് ആണ്. വിപിൻ ദാസ് ജയ് ഹേം അതുപോലെ ഗുരുവായൂർ അമ്പല നടയിലും മുന്നേ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വിപിൻ ദാസിൻ്റെ തിരക്കഥ ആയതുകൊണ്ട് തന്നെ നല്ലൊരു എക്സ്പെക്റ്റേഷൻ സിനിമയ്ക്കുണ്ടായിരുന്നു. ഇതിൻ്റെ ട്രെയിലറും ടീസറും ഒക്കെ വന്നപ്പോഴും നമുക്ക് ആ ഒരു വലിയ താരങ്ങളൊന്നും ഇല്ലെങ്കിലും വളരെ എക്സ്പെക്റ്റേഷൻ ഉണ്ടായിരുന്നത് വിപിൻ ദാസ് എന്ന ഒരൊറ്റ ആളുടെ തിരക്കഥയാണ് എന്നൊരു പ്രതീക്ഷ ഉള്ളതുകൊണ്ടാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു പ്രതീക്ഷ അക്ഷരം പ്രതി നിറവേറ്റി എന്ന് വേണമെങ്കിൽ പറയാം. എനിക്ക് 100% സാറ്റിസ്ഫാക്ഷൻ തന്നൊരു സിനിമയാണ് വാഴ എന്ന് പറയുന്നത്. ഇത് ഒരു 5 സുഹൃത്തുക്കളുടെ കഥയാണ്. സ്കൂളിൽ ഇത് ടീസറിൽ, ഇതിൻ്റെ ആദ്യം ഒരു ടീസർ വന്നപ്പം ടീസറിനകത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട്. 3 തരത്തിലുള്ള ആൾക്കാരാണ് ലോകത്തുള്ളത്. ഒന്ന് സ്വന്തമായിട്ട് പഠിക്കണം എന്നാഗ്രഹിച്ച് എന്തെങ്കിലുമൊക്കെ ആയിത്തീരുന്നവർ. 2 വീട്ടുകാരുടെ നിർബന്ധം കൊണ്ട് പഠിച്ചിട്ട് എന്തെങ്കിലും ജോലിയൊക്കെ നേടി തട്ടിയും മുട്ടിയും ജീവിച്ചു പോകുന്ന ആൾക്കാർ. 3ാമത്തൊരു കൂട്ടരെന്ന് പറയുന്നത് അവർ പഠിക്കുന്നത് എന്തിനാണെന്ന് അവർക്കും അറിയില്ല. അതുപോലെ അവരെ പഠിപ്പിക്കുന്നത് എന്തിനാണെന്ന് പേരൻസിനും ടീച്ചേഴ്സിനും പോലും അറിയില്ല എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെടുന്ന ആൾക്കാർ. അത് ഇതിൻ്റെ ടാഗ് ലൈൻ പറയുന്ന പോലെ ബയോപിക് ഓഫ് എ ബില്യൺ ബോയ്സ്. അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വിടുന്ന ഈ 3ാമത്തെ കാറ്റഗറിയിലായിരിക്കും. അത്തരത്തിലുള്ള ഒരു കുറേ യുവാക്കളുടെ കഥയാണ് ഈ വാഴ എന്ന് പറയുന്നത്. ഇത് കുട്ടിക്കാലം മുതൽ സ്കൂളിൽ ഒരുമിച്ച് കളിച്ച് വളർന്ന, ഒരുമിച്ച് പഠിച്ച് കളിച്ച് വളർന്ന ഒരു 5 സുഹൃത്തുക്കൾ അവരുടെ ജീവിതത്തിൻ്റെ പല കാലഘട്ടങ്ങളാണ് ഈ സിനിമയിലൂടെ പ്രധാനമായിട്ടും കാണിക്കുന്നത്. ഇതിന് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ കാസ്റ്റിംഗ് ആണ്. അതായത് ഇതിന് മെയിനായിട്ട് ഒരു ഹീറോ എന്ന് പറയത്തക്ക രീതിയിലുള്ള ആരുമില്ല. പകരം ഇതിനകത്ത് ഈ യൂട്യൂബ് ഷോർട്സിലൂടെയും അതുപോലെ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഒരുപാട് ആൾക്കാരെ, ഒരുപാട് യുവാക്കളാണ് ഈ സിനിമയിൽ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. അത് സിജു സണ്ണി, രോമാഞ്ചത്തിൽ ഒരു പ്രധാന വേഷത്തിൽ അഭിനയിച്ച സിജു സണ്ണി, അദ്ദേഹം ഗുരുവായൂർ അമ്പല നടയിൽ എന്ന സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അതുപോലെ ജോമോൻ ജ്യോതിർ ഗുരുവായൂർ അമ്പല നടയിൽ ആ ഒരു സിനിമയിൽ ഒരുപാട് ഫേമസ് ആയത്, ഒരുപാട് എല്ലാവരും ഇഷ്ടപ്പെട്ടൊരു ക്യാരക്ടറായിരുന്നു ജോമോൻ ജ്യോതിറിൻ്റേത്. അതുകൂടാതെ സാഫ് ബ്രോ, പിന്നെ ബാക്കി അമിത് മോഹൻ, അനുരാജ്, അൻഷിത് എന്ന് പറയുന്ന കുറേ യുവാക്കളുണ്ട്. ഇവരുടെ കൂടെ ഹാഷിർ, നമ്മുടെ യൂട്യൂബ് ഷോർട്സിലൂടെയും ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയൊക്കെ ഫേമസ് ആയിട്ടുള്ള ഹാഷിറിൻ്റെ ഒരു ഗ്യാങ് ഉണ്ട്. ഇവരെല്ലാം ഒരു പ്രധാന കഥാപാത്രമായിട്ട് ഈ സിനിമയിൽ വരുന്നുണ്ട്. ഇതുകൂടാതെ ബേസിൽ ജോസഫും ഒരു സർപ്രൈസിങ് ക്യാമിയോ റോളിൽ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. ഇവരെ കൂടാതെ പ്രധാനമായിട്ടുള്ളത് പണ്ട് കാലങ്ങളിൽ, അതായത് പഴയ സിനിമകളിൽ നമുക്ക് ഒരുപാട് കോമഡി വേഷങ്ങളൊക്കെ കൈകാര്യം ചെയ്ത കുറേ ആൾക്കാർ, കുറേ ആക്ടേഴ്സ് ഇതിൽ വളരെ നല്ല ക്യാരക്ടർ റോളുകളിൽ അഭിനയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അവരുടെ കാസ്റ്റിംഗാണ് ഏറ്റവും അടിപൊളി എന്ന് പറയുന്നത്. കാരണം ഇതിലുള്ള ഓരോ ക്യാരക്ടേഴ്സിൻ്റെയും ഫാദറായിട്ടാണ് ഓരോരുത്തരായിട്ട് വന്നിരിക്കുന്നത്. ഇതിൽ സിജു സണ്ണിയുടെ ഫാദറായിട്ട് വന്നിരിക്കുന്ന അസീസ് നെടുമങ്ങാടാണ്. വളരെ മികച്ച രീതിയിൽ പുള്ളി അഭിനയിച്ചിട്ടുണ്ട്. ഇതിന് മുന്നേ കണ്ണൂർ സ്ക്വാഡിലും നല്ലൊരു ക്യാരക്ടർ പുള്ളി ചെയ്തിട്ടുണ്ട്. അതുപോലെ വിഷ്ണു എന്ന് പറയുന്ന ക്യാരക്ടർ അഭിനയിച്ച അമിത് മോഹൻ്റെ അച്ഛനായിട്ട് കോട്ടയം നസീർ, ജോമോൻ ജ്യോതിറിൻ്റെ അച്ഛനായിട്ട് നോബി, നമ്മുടെ കോമഡി ആക്ടറായിട്ടുള്ള നോബി അഭിനയിച്ചിട്ടുണ്ട്. അത് പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ്. രണ്ടുപേരും കറക്റ്റ് മാച്ച് ചെയ്യുന്ന തരത്തിലുള്ളൊരു ക്യാരക്ടറാണ്, ഒരു കാസ്റ്റിംഗ് ആയിരുന്നു അത്. അതുപോലെ ബാക്കിയുള്ളവരുടെയും ഏകദേശം സാഫ് ബ്രോയുടെ അച്ഛനായിട്ട് ജഗദീഷ് അഭിനയിച്ചിട്ടുണ്ട്. ഇതെല്ലാം വളരെ മികച്ച കാസ്റ്റിംഗ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഈ കുറേ ഷോർട്ട് ഫിലിംസിലും അതുപോലെ കോമഡി സ്കിറ്റുകളിലൊക്കെ കണ്ടിട്ടുള്ള ഒരുപാട് ആൾക്കാർ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. വിപിൻ ദാസിൻ്റെ ഇതിന് മുന്നേയുള്ള സിനിമയിൽ നോക്കിയാലും ഇതിലെല്ലാം ഈ ടെലിവിഷൻ ഇതിലോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം റീൽസിലൂടെയൊക്കെ വരുന്ന ഒരുപാട് നല്ല ആക്ടേഴ്സിനെ സിനിമയിൽ പുള്ളി ഒരുപാട് അവസരങ്ങൾ കൊടുക്കുന്നുണ്ട്. ഒരിക്കലും മോശമാവുന്നുമില്ല. എല്ലാവരും നല്ല
അടിപൊളി പെർഫോമേഴ്സാണ്, വളരെ എൻ്റർടൈനേഴ്സാണ്. അവർ അടിപൊളിയായിട്ട് അവരുടെ ക്യാരക്ടേഴ്സ് കിടിലമായിട്ട് ചെയ്തിട്ടുണ്ട്. ഹാഷിറിൻ്റെ ടീമും അത് ഈ യൂട്യൂബ് ഷോർട്സിലൂടെയൊക്കെ ഭയങ്കര ഫേമസ് ആണ്. അവരെ നല്ല രീതിയിൽ ഇതിലുള്ള ക്യാരക്ടേഴ്സ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഒരു ഫുൾ ലെങ്ത് ആയിട്ടല്ല, അവർ കുറേ ചെറിയ ഒരു 4-5 സീൻസിൽ സിനിമയിൽ വന്നു പോകുന്നുണ്ട്. അതെല്ലാം പെർഫെക്റ്റായിട്ട് അടിപൊളിയായിട്ട് അവർ പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതൊരു ഫിലിം തുടങ്ങുമ്പോൾ നമ്മളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. കാരണം സിനിമ ട്രെയിലറും ടീസറും ഒക്കെ കണ്ടതിന് ശേഷം നമുക്കുള്ളൊരു എക്സ്പെക്റ്റേഷനാണ് ഇതൊരു ഔട്ട് ആൻഡ് ഔട്ട് കോമഡി മൂവി ആണെന്നുള്ളത്. അത് അങ്ങനെ പ്രതീക്ഷിച്ചാരും തിയേറ്ററിലേക്ക് പോകരുത്. ഒരു എൻ്റർടൈൻമെൻറ്റ് മൂവിയാണ് എന്ന് വെച്ചാൽ ഔട്ട് ആൻഡ് ഔട്ട് കോമഡി അല്ല. തുടക്കം കുറച്ചൊന്ന് സ്ലോ പേസിൽ തുടങ്ങുമെങ്കിലും പിന്നെ അങ്ങോട്ട് നല്ല രസമായിട്ട് പടം കുറേ സിറ്റുവേഷണൽ കോമഡിയൊക്കെ ആയിട്ട് നല്ല രീതിയിൽ പടം പോകുന്നുണ്ട്. ഇൻ്റർവെൽ കഴിഞ്ഞിട്ടൊരു 15 മിനിറ്റ് ഉണ്ട്, ഒരു അടിപൊളിയാണ്. ആ ബേസിൽ ജോസഫൊക്കെ വരുന്ന ഒരു കുറച്ച് സീൻസ് ഉണ്ട്, അടിപൊളിയാണ്. നല്ല കിടിലമായിട്ട് കുറേ സീൻസ് വർക്കൗട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം പിന്നെ ഫിലിം ഒരു സെൻറ്റിമെൻ്റൽ ട്രാക്കിലേക്ക് ലാസ്റ്റ് ഒരു അരമണിക്കൂറോളം ഒരു സെൻറ്റിമെൻ്റൽ ട്രാക്കിലേക്ക് മാറുന്നുണ്ട്. എന്നാലും നല്ലൊരു മെസ്സേജാണ് സിനിമ കൺവേ ചെയ്യുന്നത്. അപ്പം നമ്മൾ പലയിടത്തും കണ്ടിട്ടുണ്ട് പേരൻസ് അവരുടെ പിള്ളേരെ സപ്പോർട്ട് ചെയ്യുന്ന രീതി. അങ്ങനെ ഇപ്പം അവർ ലൂസേഴ്സ് ആണെങ്കിലും ചിലപ്പോൾ അവരുടെ ഫാമിലി അവരെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, അല്ലെങ്കിൽ അവരെങ്ങനെ വേണം അവരെ സപ്പോർട്ട് ചെയ്യാൻ എന്നൊക്കെ കാണിക്കുന്ന തരത്തിലുള്ള ഒരു തിരക്കഥ, അല്ലെങ്കിൽ അങ്ങനൊരു മൂവിയാണ് ഈ ഒരു വാഴ എന്ന് പറയുന്നത്. എന്തായാലും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. 2 മണിക്കൂർ ഒരുപാട് ലെങ്ത് ഒന്നുമില്ല, 2 മണിക്കൂർ എങ്ങാണ്ടേ ഉള്ളൂ ഫിലിം. അതിൻ്റെ മ്യൂസിക് എല്ലാം അടിപൊളിയായിട്ടാണ് കൈകാര്യം ചെയ്തിരിക്കുന്നത്. നല്ല കേട്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന നല്ല 1-2 പാട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. വളരെ ഭംഗിയായിട്ട് ഫിലിം എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു 2 മണിക്കൂർ നിങ്ങൾക്ക് എൻജോയ് ചെയ്ത് സിനിമ കാണണമെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് അടുത്തുള്ള തിയേറ്ററിലേക്ക് പോവുക. ഇപ്പം കുറേ ഹേമ കമ്മിറ്റി റിപ്പോർട്ടും ഇതൊക്കെ ആയിട്ട് തിയേറ്ററിലേക്ക് ആൾക്കാർ വരുന്നതിനെ കുറച്ചൊക്കെ ആൾക്കാരെ ഒന്ന് ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ട്. സിനിമകൾക്ക് കുറച്ചൊരു ഇമ്പാക്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ അതൊന്നും കാര്യമാക്കാം, നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സിനിമയാണിത്. അപ്പം നിങ്ങൾ ധൈര്യമായിട്ട് തിയേറ്ററിൽ പോയി കണ്ടോളൂ, നിങ്ങളുടെ പൈസ ഒരിക്കലും നഷ്ടമാവില്ല. അപ്പം മറ്റൊരു സിനിമയുടെ വിശേഷവുമായിട്ട് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെയും ബൈ.